പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടന്നു, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഈ സമയത്തൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ വണ്ടിയും ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ മാധ്യമത്തിന്റെ മീഡിയ എന്ന് പറഞ്ഞ പ്രസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് പോയപ്പോൾ നമ്മൾ വണ്ടി ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവർ താമസിക്കുന്നത് നിലമ്പൂർ ടൗണില്ല. നിലമ്പൂർ താമസിക്കുന്ന ഇവരും ഭക്ഷണം കഴിക്കാൻ ഈ വടവറം ഭാഗം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഈ നിലമ്പൂർ കോടതിപ്പടി എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞാൽ പിന്നെ നിലമ്പൂർ ഉള്ളതിനേക്കാൾ മികച്ച ഹോട്ടൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 24 കിലോമീറ്റർ അപ്പുറം മഞ്ചേരി പോകണം, അല്ലെങ്കിൽ 30 കിലോമീറ്റർ പെരുന്തമണ്ണ പോകണം. പിന്നെ റോസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന വലിയ ഹോട്ടലുണ്ട്, ഉർവശി എന്ന് പറയുന്ന വലിയ റെസ്റ്റോറന്റ് ഉണ്ട്, KTTCയിലെ റെസ്റ്റോറന്റ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇനി തട്ടുകട വേണമെങ്കിൽ അതുകൊണ്ട് എല്ലാം ഉണ്ട്. ഇവർ ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ പിന്നെ 24 കിലോമീറ്റർ അല്ലെങ്കിൽ 30 കിലോമീറ്റർ പോകണം നല്ല ഹോട്ടലുണ്ട്. അതുപോലെ ഭക്ഷണം കഴിക്കാൻ പോകുന്നവർ ഹോട്ടൽ മുറിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് ഹോട്ടൽ മുറിയിലോട്ട് വരാനുള്ളവരെ ഇവരെന്താ പെട്ടി കൊണ്ടുപോകുന്നത്. നമ്മൾ ഫോൺ കയ്യിലെടുക്കും, ഗൂഗിൾ പേ ഇല്ലാന്നുണ്ടെങ്കിൽ പൈസ കയ്യിലെടുക്കും. ഇതല്ലാതെ വേറെ എന്തെങ്കിലും എടുക്കും, വണ്ടിക്ക് പോകുന്ന കുട പോലും വേണ്ട. അപ്പോൾ വേറെ ഒന്നും എടുത്തില്ല. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവർ പെട്ടി കൊണ്ടുവരുന്നത് ഇവരെന്താ വെച്ചാൽ പെട്ടി കൊണ്ടുപോകും. അപ്പോൾ അവരോട് ചെക്ക് ചെയ്യും. അത് CM-ന്റെ വണ്ടി വന്നാലും ചിലപ്പോൾ ചെക്ക് ചെയ്യും. കാരണം ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് ഭാഗമായിട്ടാണ്. ഇത് സംസ്ഥാന സർക്കാർ പോലെയല്ല നിയന്ത്രിക്കുന്നത്. അത് പോലീസ് ആണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് അവർക്ക് എക്സോർവൈ ആര് വന്നാലും ഈക്വലായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ അതൊരു സീനാക്കി മാറ്റാം. അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്റെ പ്രായത്തെ പോലും പിന്നെ നമുക്കുള്ള പാരിതോഷികം ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ പൊട്ടി മുളച്ചതല്ല, അത് ഇന്നലെ പൊട്ടി മുളച്ചതല്ലായിരിക്കും. പക്ഷെ അവൻ ഞാൻ പൊട്ടി മുളച്ചതാ. എന്താ രാവിലെ വരാൻ തുടങ്ങിയത് ഈ ഡിബേറ്റിനകത്ത് പോകുമ്പോൾ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അങ്ങനെ കിടന്ന ഒരാളാണ്. അത്രയ്ക്കും അഹങ്കരിക്കണ്ട. അപ്പോൾ ഇവനൊക്കെ നാളെ ഇനി ഒരു MLA കൂടെ ആവുകയും ഒരു മന്ത്രിയാവുകയൊക്കെ ചെയ്താൽ എന്തായിരിക്കും